പ്രൈസ് ദി ലോർഡ്. നിരന്തരം ലോകത്തോട് സംസാരിക്കുകയും ലോകത്തെ കേൾക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന നമുക്ക് എങ്ങനെയാണ് യേശുവിനോട് സംസാരിക്കാനും യേശുവിൻ്റെ സ്വരം കേൾക്കാനും അനുഭവിക്കാനും സാധിക്കുക? ലോകമോഹങ്ങളിൽ കുടുങ്ങിക്കിടന്നാൽ ദൈവിക പ്രചോദനങ്ങളെ സ്വീകരിക്കാൻ കഴിയുകയില്ല എന്ന് നാം അറിയണം. ശരീരത്തിൻ്റെ സുഖത്തിൻ്റെയും തോന്നലുകളുടെയും പാപപ്രവണതകളുടെയും പിറകെയാണ് നാം പോകുന്നത് എങ്കിൽ എങ്ങനെ ആത്മാവിൻ്റെ ആഗ്രഹങ്ങളെയും പ്രചോദനങ്ങളെയും മനസ്സിലാക്കാനാകും? പാപസുഖങ്ങളെ രുചിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ രുചി അനുഭവിച്ചറിയാനാകും? ലോകാരൂപിയാൽ നിറഞ്ഞിരുന്നാൽ എങ്ങനെ ദൈവാരൂപി നമ്മിൽ വന്ന് നിറയും? യേശുവിനോടൊപ്പം ഇരിക്കാൻ നാം സമയം കണ്ടെത്തണം. യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന സമയം അത് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ശരിയായ രീതിയിൽ കൊണ്ടുവരും. ഇതുവരെ അനുഭവിക്കാത്ത ആനന്ദവും സമാധാനവും നാം അനുഭവിക്കും. ജീവിതത്തിൻ്റെ ഭാരം കുറയുന്നതായി നമുക്ക് അനുഭവപ്പെടും. നാം എല്ലാവർക്കുമായി എല്ലാത്തിനും വേണ്ടി ഓടി നടക്കുന്നു. നമ്മുടെ സമയം എല്ലാവർക്കുമായി പങ്കുവെച്ചു കൊടുക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ സമയത്തിൽ നിന്ന് അല്പസമയം യേശുവിനായി നാം മാറ്റിവെക്കുന്നില്ല? നമുക്കെല്ലാം നൽകിയ യേശുവിനായി നാം ഒന്നും നൽകാതിരിക്കുന്നത് നന്ദികേടല്ലേ? എന്നാലും യേശു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നാം യേശുവിനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും യേശു നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. നാം യേശുവിനെ മറന്നാലും യേശു നമ്മെ ഓർമ്മിക്കുന്നു, പരിപാലിക്കുന്നു. നാം പലപ്പോഴും യേശുവിനെ അവഗണിക്കുമ്പോഴും യേശു നമ്മെ എത്രത്തോളം പരിഗണിക്കുന്നു എന്ന് നാം അറിയണം. നാം യേശുവിൻ്റെ കൂടെ നടക്കുന്നില്ലെങ്കിലും യേശു നമ്മുടെ കൂടെ തന്നെയുണ്ട്. ദൈവത്തിൻ്റെ മിത്രമായ നാം ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കരുത്. അതാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുക: ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നീ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കി മാറ്റുന്നു. യേശുവിൻ്റെ മിത്രമായിരുന്ന യൂദാസ് ലോകത്തിൻ്റെ മിത്രമാകാൻ ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ലോകത്തിന് പോലും വേണ്ടാത്തവനായി മാറി. ലോകം വിളമ്പിത്തരുന്ന വിഭവങ്ങൾ ആസ്വദിക്കുമ്പോൾ ദൈവസ്നേഹാനുഭവത്തിൻ്റെ രുചി അറിയുവാനുള്ള ആത്മാവിൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു. ലോകം നൽകുന്ന നൈമിഷിക സന്തോഷങ്ങളിൽ മതിമറന്ന് ദൈവം ആത്മാവിൽ നൽകുന്ന നിത്യമായ ആനന്ദത്തെ ഇല്ലാതാക്കരുത്. ലോകവുമായുള്ള ബന്ധത്തിൽ നിന്ന് സുഖവും സന്തോഷവും നമുക്കുണ്ടാകും. പിന്നീട് അത് ഒരു ബന്ധനമായി മാറും. യേശുവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമുക്ക് സമാധാനവും ആനന്ദവും ലഭിക്കും. അത് ഒരു സ്വർഗീയ സ്വാതന്ത്ര്യമായി മാറും. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, നയിക്കണമേ. ആമേൻ.